എന്നാൽ ചില സാഹചര്യങ്ങൾക്കനുസരിച്ച് അതുകൊണ്ട് ഇപ്പൊ ഷിർക്കൊന്നും വരില്ല, അതിപ്പോ ഷിർക്ക് ഒന്നും പറയാനില്ല. പക്ഷെ നമ്മൾ മറ്റുള്ളവരുടെ ആചാരങ്ങൾ വർജിക്കുക എന്ന ആ നിയമത്തിലാണ് അത് വരിക. അത് ആചാരത്തിന്റെ ഭാഗമായി ചെയ്യുന്നത് അതിൽപ്പെട്ട തന്നെയാണ്. പിന്നെ എന്താന്ന് വെച്ചാൽ ചില സാഹചര്യങ്ങൾ, നമ്മൾ നാട്ടിൽ ജീവിക്കുന്നവരാണ്, എല്ലാ സ്ഥലങ്ങളിലും ഒരുപോലെയല്ല. അപ്പൊ ചില സാഹചര്യങ്ങളിൽ നമ്മൾ എന്താക്കേണ്ടി വരും, അങ്ങനെ ഉള്ള കർക്കശമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അത് ചില ദോഷങ്ങൾക്കും തെറ്റിദ്ധാരണകൾക്കും മറ്റു ചില അതിലേറെ പ്രശ്നങ്ങൾക്കും അല്ലെങ്കിൽ കുഴപ്പങ്ങൾക്ക് വഴിവെക്കുന്നുണ്ടെങ്കിൽ ആ സാഹചര്യങ്ങളിൽ ചില കാര്യങ്ങൾ നമുക്ക് അനുവദനീയമാകും. അങ്ങനെ നമ്മൾ നാട്ടിലൊക്കെ പലപ്പോഴും ഈ ഓണം വരുമ്പോഴൊക്കെ ചെയ്യാറുണ്ട്. അതൊക്കെ ആ ഗണത്തിലാണ് പെടുക. അത് ഒഴിവാക്കാൻ നമുക്ക് സാധിക്കുമെങ്കിൽ പിന്നെ അത് ചെയ്യുന്നത് ഒഴിവാക്കുക തന്നെയാണ് വേണ്ടത്. അത് ആരാധനാ കർമ്മങ്ങളുടെ ഭാഗമായി ചെയ്യുന്നത് ആ ഗണത്തിൽ തന്നെയാണ് പെടുത്തുക, ഷിർക്കായിട്ടല്ല. പക്ഷെ ആ നിയമത്തിന്റെ കൂട്ടത്തിലാണ് അത് പെടുക. നിർബന്ധ സാഹചര്യം അല്ലെങ്കിൽ അതൊക്കെ ഒഴിവാക്കേണ്ടത് തന്നെയാണ്. ഹലോ, അസ്സലാമു അലൈക്കും. കേൾക്കുന്നുണ്ടോ? ഞാന് ക്ലാസ് ഒന്നും കേട്ടിട്ടില്ല, പക്ഷെ ചെറിയൊരു സംശയം ചോദിക്കാൻ വേണ്ടി വിളിച്ചാണ്. ഖത്തറിലും സൗദിയിലൊക്കെ മുഹറം 9 നാളെയാണോ എന്നറിയാൻ വേണ്ടിട്ട് ചോദിച്ചതാണ്. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. കേൾക്കുന്നുണ്ടോ? ഹലോ ഉസ്താദെ, ഇപ്പൊ നേരത്തെ ഉസ്താദ് ആയത്ത് വരുമോ മുസ്ലിങ്ങൾ അക്രമികളായ യുദ്ധത്തിന് തയ്യാറായിക്കോളും, ആ ഇത് ഓതിക്കാണ്ടാണ് നമ്മളെ നാട്ടിലൊക്കെ NDF ഉണ്ടല്ലോ, അവരോട് നമ്മൾ വല്ലതും പറയുമ്പോൾ അത് ഖുർആൻ അത് ഓതിട്ട് പറയും അപ്പൊ നമ്മളെല്ലായിടത്തും ആക്രമിക്കപ്പെടില്ല. അപ്പൊ നമ്മൾ അതിനു വേണ്ടി സജ്ജമാണ്, ഖുർആൻ തന്നെ പറയുന്നുണ്ടല്ലോ. അപ്പൊ നമ്മളെ നാടിനെ സംബന്ധിച്ച് പുസ്തകം പറഞ്ഞു ഇന്ത്യയിലെ ഇതനുസരിച്ച് നോക്കാൻ പറ്റും. പക്ഷെ അവരത് ഓതിക്കാണ്ടാണ് അവർ പറയുന്നത്. അത് എത്രത്തോളം ശരിയാണ്? അതന്നെ, ഖുർആനിന്റെ ആയത്തുകളെ ഓരോരുത്തരും അവരവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി ആയത്തോതാണെങ്കിൽ ആർക്കും ഓതാലോ. BJPക്കാർ ഖുർആന്റെ ആയത്ത് ഓതാറുണ്ടല്ലോ, അല്ലെ? പള്ളി പൊളിച്ചപ്പോഴും ഖുർആന്റെ ആയത്തൊക്കെ ഓതിയിട്ടുണ്ട്. അതിപ്പോ ഖുർആന്റെ ആയത്ത് ഓരോരുത്തരും അവരവരുടെ ഇഷ്ടപ്രകാരം ഓതാണെങ്കിൽ അത് അള്ളാന്റെ നിയമാവില്ല. അതിപ്പോ അവർ കണ്ടെത്തിയ അവരുടെ നിലനിൽപ്പ് അത്തരം വാദമുഖങ്ങളിൽ, അല്ലെങ്കിൽ അവരില്ലല്ലോ, അതൊന്നുമില്ല. എല്ലാവരും പറയണ പോലെയാണെങ്കിൽ NDF കണ്ടൊന്നും വേറെ ഇല്ലല്ലോ, അതെല്ലാവരും കൂട്ടത്തിലൊന്നല്ലേ ഉണ്ടാവുള്ളൂ. പ്രത്യേകമായിട്ട് അവരില്ലല്ലോ. പ്രത്യേകമായി എന്തെങ്കിലും പറഞ്ഞെങ്കിലല്ലേ വേറിട്ടൊരു പ്രത്യേക വിഭാഗം ഉണ്ടാവാൻ പറ്റുള്ളൂ. അപ്പൊ അത് പറയുമ്പോ അത് ആളുകൾക്കിടയിൽ അംഗീകാരം കിട്ടണമെങ്കിൽ എന്ത് വേണം? അത് ഖുർആന്റെ പേരിൽ പറയേണ്ടി വരും. അത്രയില്ല അതിനൊക്കെ പറ്റി പറയാൻ പറ്റുള്ളൂ. ഈ ആയത്തും ഈ പറയണത് നമ്മൾ സജ്ജാണ്. നമ്മൾ എത്രത്തോളം സജ്ജാണ്? നമ്മളെ പീഡിപ്പിക്കപ്പെടുന്നുണ്ട്, നമ്മളെ ആക്രമിക്കപ്പെടുന്നുണ്ട്, ശരിയാണ്. അതെ, അതിനെ പ്രതിരോധിക്കാൻ എത്രത്തോളം നമ്മൾ സജ്ജാണ്? നാട്ടിലെ ഭൂരിപക്ഷ സമൂഹത്തെ അല്ലെങ്കിൽ നമ്മുടെ ശത്രുക്കളായി നിൽക്കുന്ന വലിയ സമൂഹം, എല്ലാവരും കൂട്ടത്തിലല്ല, വലിയൊരു വിഭാഗം, അതുപോലെ തന്നെ മറ്റ് ഉത്തരവാദിത്തപ്പെട്ട സേനാ വിഭാഗങ്ങളിലൊക്കെ വലിയൊരു വിഭാഗം ആ തരത്തിലുണ്ട്, അധികാരി വർഗത്തിലുണ്ട്. ഇവരൊക്കെ നേരിടാൻ ഈ NDF എന്നൊരു പാർട്ടിക്കാർ സജ്ജായിട്ടുണ്ടോ? അപ്പൊ നമ്മളതിന്റെ കോലൊക്കെ കാണുന്നുണ്ടല്ലോ, അല്ലെ? അങ്ങനെയാണ് ഇപ്പൊ നാട്ടിലിപ്പോ എന്തൊക്കെ നടക്കണോ? എത്ര ആൾക്കാർ വെട്ടിക്കൊന്നു, അല്ലെ? NDF വരെ അവിടെ ഭയങ്കര സംഭവമല്ലേ ഉണ്ടാക്കണത്? സജ്ജായിട്ടല്ല ഇപ്പൊ NDF വരെ സജ്ജമായതിന്റെ കോലാണല്ലോ ഇപ്പൊ അവിടെ കാണുന്നതൊക്കെ. അപ്പൊ അതൊക്കെ സ്വന്തം കണ്ണു ചുമ്പി അങ്ങോട്ട് പറയുന്നെ. അതിനൊക്കെ ഖുർആന്റെ ആയത്തോ തന്നെ, അതിലൊന്നും വലിയൊരു അർത്ഥമൊന്നുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏതെല്ലാം തരത്തിൽ എങ്ങനെയൊക്കെ 70-ലധികം ആയത്തുകൾ തന്നെ അത് തടഞ്ഞുകൊണ്ടാണ് ഇറക്കിയത്. അള്ളാഹ്ക്ക് കഴിയാത്തത് കൊണ്ടല്ലോ. അള്ളാഹു തആല സഹായിക്കുകയാണെങ്കിൽ സഹായിക്കാൻ ഏറ്റവും അർഹതപ്പെട്ട മുസ്ലിമീങ്ങളല്ലേ അന്നുള്ളത്. എന്നിട്ടും അള്ളാഹു തആല അതൊക്കെ പഠിപ്പിച്ചത് എന്തിനാ? അള്ളാഹ്ക്ക് അവിടെ സഹായിക്കാലോ.
എന്തിനാ 70ഓളം ആയത്തുകളിൽ അല്ലെങ്കിൽ മക്കത്തെ 13 കൊല്ലത്തോളം അള്ളാഹു താല ആ ഒരു നിലപാട് സ്വീകരിച്ചത് എന്തിനാണ്? അല്ലെങ്കിൽ അങ്ങനെ സ്വീകരിക്കാൻ പറഞ്ഞത് എന്തിനാ? അള്ളാഹ്ക്ക് സഹായിക്കാൻ അപ്പൊ കഴിയാത്ത കൊണ്ടല്ലോ. അള്ളാഹ് ഇവിടെ ആരെങ്കിലും സഹായിക്കുകയാണെങ്കിൽ സഹായം നേടാൻ ഏറ്റവും അർഹതപ്പെട്ടവരനല്ലേ അവിടെ ഉള്ളത്. ഇതൊക്കെ മനസ്സിലാക്കണ്ടേ? അപ്പൊ അതൊക്കെ നമ്മെ പഠിപ്പിക്കുകയാണ്. അത്തഖിയത്തു ഇലാ യൗമിൽ ഖിയാമ എന്ന് പണ്ഡിതന്മാർ പറഞ്ഞു. ഇല്ലാൻ തത്തഖൂ മിൻഹും തുഖാ, ശത്രുക്കളുടെ ഷർറ് സൂക്ഷിക്കാൻ വേണ്ടി നിങ്ങൾക്ക് അവരുമായി നടത്തുന്ന ചില നീക്കുപോക്കുകൾ, പ്രത്യക്ഷത്തിലുണ്ടാകുന്ന അവരുമായിട്ടുള്ള നമ്മളെ സഹകരണങ്ങൾ, അത് ഖിയാമത്ത് നാൾ വരെ ഇവിടെ നിലനിൽക്കുന്നതാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. അതാണ് ഖുർആന്റെ വ്യാഖ്യാനം. അതും ഖുർആൻ പറഞ്ഞത് തന്നെയല്ലേ. ഖുർആൻ യുദ്ധം ചെയ്യുന്നു മാത്രമേ പറഞ്ഞത്. ഇല്ലാൻ തത്തഖൂ മിൻഹും തുഖാ, അവരുടെ ഷർറ് സൂക്ഷിക്കാൻ വേണ്ടി എന്താക്കാം, നിങ്ങൾക്ക് അവരുമായി ചില പ്രത്യക്ഷത്തിൽ ചില സഹകരണങ്ങളൊക്കെ ആവാം. അങ്ങനെ തന്നെ ഇന്ത്യയുടെ സാഹചര്യത്തിൽ പോവുള്ളൂ. അങ്ങനെയാണ് അവിടുത്തെ സ്ഥിതിഗതികളുള്ളത്. അല്ലെങ്കിൽ അതുപോലുള്ള നാട്ടുകളിലൊക്കെ ഉള്ളത്. അത്തരം നാടുകളിൽ അങ്ങനെ സൂക്ഷിക്കാൻ വേണ്ടി സഹകരിക്കാം എന്നതാണ് ഏത് ദീനിന്റെ നിയമം. അതാണ് പരിശുദ്ധ ഖുർആൻ തന്നെ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. അതൊക്കെ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. അവിടൊക്കെ അങ്ങനത്തെ സ്ഥിതിഗതികളാണ്. എല്ലാവരും ഇസ്ലാമിക രാഷ്ട്രത്തിൽ ജീവിക്കുന്ന നിയമങ്ങൾ മാറിയാവില്ലല്ലോ. സാഹചര്യങ്ങൾക്കനുസരിച്ച് വ്യത്യസ്ത നിയമങ്ങളാണ്. എല്ലായിടത്തും ഇസ്ലാമിക രാഷ്ട്രത്തിൽ ഉണ്ടാവുന്ന നിയമം തന്നെ വേണമെന്ന് വെച്ചാൽ നടക്കുന്ന കാര്യമാണോ? അത് ദീനിന് യോജിക്കുന്ന കാര്യമല്ല. അതൊരിക്കലും കൊണ്ടു നടക്കാനും കഴിയില്ല. അപ്പൊ അതൊക്കെ ഒരു ദുരുപയോഗം ചെയ്യലുകളാണ്. അത് അങ്ങനെ ചെയ്തെങ്കിലേ അവർക്കൊക്കെ അഡ്രസ് ഉണ്ടാവുള്ളൂ. അത്തരക്കാർ തന്നെയാണ് സമൂഹത്തിന്റെ നാശത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നതും. അല്ലാഹു ആകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉസ്താദ്, എനിക്ക് ചോദിക്കാനുള്ളത്, ഇന്നിപ്പോ നമ്മുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സ്ത്രീകള് ഒരുപാട് മത്സരിക്കുന്നുണ്ടല്ലോ. അവരുടെ ഫോട്ടോ വെച്ചുള്ള പിന്നെ പ്രചരണവും മറ്റുമൊക്കെ നടക്കുന്നുണ്ട്. അതിനെ ഒരു വിഭാഗം എതിർത്തുകൊണ്ട് പ്രചരിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു വിഭാഗം പെണ്ണുങ്ങളെ അങ്ങനെ, സ്ത്രീകളെ അങ്ങനെ എതിർക്കേണ്ട ആവശ്യമില്ല, ഇസ്ലാമിൽ ഒട്ടനവധി തെളിവുകൾ ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് യുദ്ധവേളയിലും മറ്റുമൊക്കെ സഹായിച്ചതും അതിൽ പങ്കെടുത്തതും, അതുപോലെ തന്നെ ആയിഷ റളിയല്ലാഹു അൻഹ 2000 ചില്ലാനം ഹദീസുകൾ രേഖപ്പെടുത്തിയതുമൊക്കെ നമ്മുടെ ഗ്രന്ഥങ്ങളിൽ, ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോ ഇന്നത്തെ പോലെ നമ്മൾ പറയുന്നത് പോലെ അടുക്കളയിലും വീട്ടിന്റെ ഉള്ളിലും ഇരിക്കുകയാണെങ്കിൽ അതൊക്കെ എങ്ങനെ സാധിച്ചു? ആ ഒരു അടിസ്ഥാനത്തിൽ ഇവർക്ക് മത്സരിക്കുന്നതിന് എന്താണ് കുഴപ്പം എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഉസ്താദ് അതിനൊരു എന്താണ് അതിന്റെ ഇന്നിപ്പോ നടക്കുന്ന നമ്മുടെ നാട്ടിൽ നിൽക്കുന്ന ഈ പ്രചരണം ഇതുമായിട്ട് ബന്ധപ്പെടുത്തി താരതമ്യപ്പെടുത്തി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റുമോ എന്നാണ് എന്റെ ഒരു ചോദ്യം. കാരണം അന്ന് സഹാബി വനിത അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്, ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്, യുദ്ധവേളയിൽ സഹായിച്ചിട്ടുണ്ട്, വെള്ളം കൊടുത്തു, ഇങ്ങനെയൊക്കെ പ്രചരിപ്പിക്കുന്നുണ്ട്. അപ്പൊ അതിനോട് ഇന്നത്തെ ഈ പ്രചരണവുമായി, ഇന്നത്തെ ഈ നടക്കുന്ന പിന്നെ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണവുമായി ബന്ധപ്പെടുത്താൻ വേണ്ടി പറ്റുമോ എന്നാണ് ഉസ്താദിനോട് എനിക്കൊരു ചോദ്യം ചോദിക്കാനുള്ളത്. ഞാനും ലീഗുകാരനാണ്, നമ്മളൊക്കെ പാർട്ടിക്കാരൻ, എന്നാലും ഇങ്ങനെ പല പ്രചരണം നടക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചോദിക്കുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്ത്രീകളുടെ മത്സരവുമായി ബന്ധപ്പെട്ട് പറഞ്ഞാൽ, ഈ നേരത്തെ പറഞ്ഞതുപോലെ ദീനിന്റെ നിയമങ്ങൾ സാഹചര്യങ്ങൾക്കനുസരിച്ച് ചില വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും എന്നതാണ് അതിന്റെ അടിസ്ഥാനം. നാം എല്ലാ അർത്ഥത്തിലും സുരക്ഷിതരാണെങ്കിൽ നമുക്ക് യാതൊരു പ്രശ്നവുമില്ല. ഇസ്ലാമിക വ്യക്തിത്വ അനുസരിച്ച് നമുക്ക് പൂർണ്ണമായും ജീവിക്കാൻ, നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിക്കാൻ കഴിയുന്ന സാഹചര്യമുണ്ടെങ്കിൽ അവിടെ എന്താണ്, അവിടെ ഒരു നിയമം ഉണ്ടായിരിക്കും. ഒരാൾക്ക് അതിന് കഴിയില്ല. ഇപ്പൊ ഉദാഹരണമായിട്ട് പറഞ്ഞാൽ, നമുക്കൊരു കുഴപ്പമില്ല, അത്യാവശ്യം നമുക്ക് സുരക്ഷിതരായി ഇരിക്കാനുള്ള വീടുണ്ട്, കഴിക്കാനുള്ള ഭക്ഷണമുണ്ട്, ആരോഗ്യമുണ്ട്, നമുക്ക് പുറത്തുനിന്നുള്ള ഭീഷണികളൊന്നുമില്ല, നമ്മുടെ ദീനനുസരിച്ച് നമുക്ക് ജീവിക്കാം പൂർണ്ണമായിട്ടും. അപ്പൊ ഒരു നിയമം ഉണ്ടായിരിക്കും. അപ്പുറത്ത് വേറൊരാള്, അയാൾക്ക് കഴിക്കാനൊന്നുമില്ല, ഭക്ഷണം കഴിക്കാനൊന്നുമില്ല, അയാളെ കയ്യിലൊന്നുമില്ല, അയാളുടെ സാഹചര്യം അതാണ്. പക്ഷെ അവിടെ പിന്നെ എന്താ ഉള്ളത്?
അവിടെ ഒരു 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 കാള ചത്ത് കിടക്കുന്നുണ്ട് നോക്കാം, അല്ലെങ്കിൽ ഒരു ആട് ചത്ത് കിടക്കുന്നുണ്ട്, അപ്പുറത്തൊരാട് ചത്ത് കിടക്കുന്നുണ്ട്. അതല്ലാതെ അവിടെ മനുഷ്യർക്ക് തിന്നാൻ പറ്റുന്ന ഒരു സാധനം അവിടെ ഇല്ല. ഉള്ളതാകട്ടെ ഒരാട് ചത്ത് കിടക്കുന്നതാണ്. അവിടെ അവനോട് പറയാണ്, ഇപ്പുറത്ത് നിന്നിട്ട് ഇവ അങ്ങനെ പറയാണ്, ആ ചത്ത സാധനം തിന്നൽ ഹറാമാണെന്ന് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. മൈത്തത്ത് ഹറാമാണെന്ന് അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പാടില്ല എന്ന് ഇവിടെ ഇരിക്കണോൻ അങ്ങോട്ട് ഓതി കൊടുത്തിട്ട് വല്ല കാര്യമുണ്ടോ? ഈ നിയമം അങ്ങോട്ട് പറഞ്ഞു കൊടുത്താൽ പറ്റുമോ? അവിടെ ഇരിക്കണോൻക്ക് അവിടുത്തെ സാഹചര്യം, അവന്റെ സാഹചര്യത്തിനനുസരിച്ചാണ് നിയമം. അവിടെ ജീവൻ നിലനിർത്താൻ വേണ്ടി എന്ത് ചെയ്യുക? അവർക്ക് അതിന് ആവശ്യമുള്ള ലറൂറത്ത്, ആ നിർബന്ധ സാഹചര്യത്തെ പരിഗണിച്ചുകൊണ്ട് ആ നിർബന്ധ സാഹചര്യം ഒഴിവാക്കാൻ ആവശ്യമായ തരത്തിലുള്ള പരിമിതികൾ സൂക്ഷിച്ചുകൊണ്ട് എന്ത് ചെയ്യുക? അവന്റെ ജീവൻ നിലനിർത്താൻ ആവശ്യമായത് അവൻക്ക് അതിന് കഴിക്കാം. എന്ന് വെച്ചിട്ട് എത്രയും വാരി വലിച്ചിട്ട് നല്ല സുഭിക്ഷായിട്ട് നന്നായി തട്ടാന്നാണോ? അങ്ങനല്ല. അവന്റെ ജീവൻ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ആവശ്യമായത് ആ ലറൂറത്തിന്റെ സാഹചര്യത്തെ പരിഗണിച്ചുകൊണ്ട് ചെയ്യാന്നാണ് പറയണത്. അവിടുത്തെ നിയമം ഒന്ന് വേറെയാണ്. എന്നാൽ അങ്ങനെയാണ് അതിന്റെ കാര്യങ്ങളുള്ളത്. ഇത് എല്ലാ വിഷയത്തിലും ഇങ്ങനെ തന്നെയാണുള്ളത്. നമുക്കിപ്പോ സൗദി അറേബ്യ അല്ലെങ്കിൽ മറ്റ് ഇസ്ലാമിക രാജ്യങ്ങളിലുള്ള നിയമങ്ങളുണ്ട്. അവിടെ അവിടുത്തെ സാഹചര്യത്തിനനുസരിച്ചാണ് അതതിന്റെ പൂർണ്ണ രൂപമായിരിക്കും ചിലപ്പോ. അതേ സമയത്ത് മറ്റ് രാഷ്ട്രങ്ങളിൽ താമസിക്കുന്നവരാണെങ്കിലോ, അതിനിപ്പോ ഞാൻ നേരത്തെ പറഞ്ഞതും, അന്യ ആളുകൾ, നമ്മുടെ ശത്രുക്കളായ ആളുകൾ, അവരുമായി നമുക്ക് യാതൊരു ലാ യത്തഖിദുൽ മുഅ്മിനൂനൽ കാഫിരീന ഔലിയാ മിൻ ദൂനിൽ മുഅ്മിനീൻ വമൻ യഫ്അൽ ദാലിക ഫലൈസ മിനല്ലാഹി ഫീ ഷൈഇൻ ഇല്ലാ അൻ തത്തഖൂ മിൻഹും തുഖാ. രണ്ടാമതൊരു സാഹചര്യമാണ് പറയുന്നത്. മുഅ്മിനീങ്ങൾ ആര് എന്താക്കാൻ പാടില്ല? ആ മറ്റുള്ളവരെ ഏതാക്കാൻ പാടില്ല? സ്നേഹബന്ധം അല്ലെങ്കിൽ സൗഹൃദ ബന്ധം ഉണ്ടാവാൻ പാടില്ല. പാടില്ല. നമ്മുടെ ശത്രുക്കളായ ആളുകളെ അങ്ങനെ തന്നെ നമ്മൾ കാണണം. അതേ സമയത്ത് ഇല്ലാൻ തത്തക്കും ഇന്നും തുക, ഇങ്ങനെയുള്ള ഏതെങ്കിലും രാഷ്ട്രങ്ങളിലോ, ഇബ്നു കസീറൊക്കെ പരിശോധിച്ചാൽ അത് കാണാൻ പറ്റും. ഇല്ലാ ഫീ ബഅദിൽ ബുൽദാനി, ചില രാഷ്ട്രങ്ങളിലോ ചില സാഹചര്യങ്ങളിലോ നിങ്ങൾക്ക് അവരുടെ ഷർറ് തടുക്കാൻ വേണ്ടി ചില സഹകരണങ്ങൾക്ക് ആവശ്യമായി വന്നാൽ അവിടെ നിയമം ഒന്ന് വേറെയാണ്. ഇത് ഖിയാമത്ത് നാൾ വരെയുള്ള ആയത്തന്നല്ലേ. അന്നതുപോലെ തന്നെയാണ് ഈ കാര്യങ്ങളിലൊക്കെയും ഉള്ളത്. സ്ത്രീകളെ മത്സരിപ്പിക്കൽ നിർബന്ധമില്ലാത്ത ഒരു സാഹചര്യമാണെങ്കിൽ അവിടെ മത്സരിപ്പിക്കരുത്. അങ്ങനെ തന്നെയാണ് നിയമം. മത്സരിപ്പിക്കരുത്. സ്ത്രീകളങ്ങനെ മത്സരിക്കാൻ പോവുകയും ചെയ്യരുത്, അവരെ ഫോട്ടോ വെക്കുകയും ചെയ്യരുത്, പ്രചരിപ്പിക്കുകയും ചെയ്യരുത്, മത്സരിപ്പിക്കുകയും ചെയ്യരുത്. നിർബന്ധമായി നമുക്ക് അങ്ങനെ ചെയ്യേണ്ടി വന്നാൽ എന്ന് പറഞ്ഞാൽ എന്താ അതിനർത്ഥം? അത് ചെയ്തില്ലെങ്കിൽ അതിന്റെ പിന്നിൽ വരാൻ പോകുന്ന ഭവിഷ്യത്ത് ചിലപ്പോൾ വളരെ വലുതായിരിക്കും. നമുക്ക് താങ്ങാനും തടുക്കാനും ഊഹിക്കാനും കഴിയാത്തതായിരിക്കും. അതിപ്പോ എന്താ ആയിക്കോട്ടെ, നമുക്ക് നോക്കണ്ടെന്ന് വെച്ചാൽ അതിന്റെ പിന്നിൽ വരാൻ പോകുന്ന നഷ്ടങ്ങളും ദോഷങ്ങളും ചിലപ്പോൾ നമുക്ക് തടുക്കാൻ കഴിയാത്തതായിരിക്കും. ഇതാണേത് നിർബന്ധ സാഹചര്യം എന്ന് പറഞ്ഞു. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ എന്ത് ചെയ്യേണ്ടി വരും? അവിടെ നമ്മുടെ സാഹചര്യത്തെ എത്രത്തോളം നിർബന്ധിക്കുന്നോ അതിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? ഇത്തരം കാര്യങ്ങൾ ചിലതൊക്കെ അനുവദിക്കപ്പെടും. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ, ഭരണാധികാരിയെ ഏൽപ്പിക്കുന്ന വിഷയം ചർച്ച ചെയ്തെടുത്ത് കാണാം. ഭരണാധികാരി ആരായിരിക്കണം? ഭരണാധികാരി അല്ലെങ്കിൽ കാളി ആണെങ്കിലും ഇനി ഭരണാധികാരി ആണെങ്കിലും അയാൾ മുജ്തഹിദ് ആവണം എന്നൊക്കെയാണ് നിയമം. മുജ്തഹിദായ പണ്ഡിതനായിരിക്കണം, അല്ലേ? അതില്ലാത്ത ഒരു സാഹചര്യം വരുമ്പോ ഭരണാധികാരി നിശ്ചയിക്കാണ്ടിരിക്കാൻ പറ്റുമോ? അപ്പൊ അതിനനുസരിച്ച് ഒരു ഇളവ് അവിടെ ഉണ്ടായിരിക്കും. സാധിക്കുമെങ്കിൽ ആ നിയമം പൂർണ്ണ രൂപം അതാണ്. അതുപോലെ തന്നെ ഭരണാധികാരിയായ ഇമാം ആരായിരിക്കണം? കുറേശികളിൽപ്പെട്ട ആളുകളായിരിക്കണം എന്നാണ് നിയമം. അപ്പൊ തങ്ങന്മാരൊക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെയാണ് എന്താക്കേണ്ടത്? നിശ്ചയിക്കേണ്ടത്. നമ്മളെ നേതൃസ്ഥാനത്ത് നിശ്ചയിക്കേണ്ടത് അവരൊക്കെയാണ്. ഇനി അതില്ലാതെ വന്നാലോ? ആ ഒരു രംഗം ഒഴിച്ചിടാൻ പറ്റുമോ? ഇല്ല. അതേപോലെ തന്നെ ആണായിരിക്കണം എന്ന് പറഞ്ഞു കൊടുത്തുകൊണ്ട് ആണായിരിക്കണമെന്ന് ഷർത്ത് പറഞ്ഞിട്ടുണ്ട്. അതൊന്നും കഴിയാത്ത സാഹചര്യത്തിൽ വന്നാൽ എന്ത് ചെയ്യേണ്ടി വരും? അതിനനുസരിച്ച് നിയമമാണ് അപ്പൊ അവിടെ ഉണ്ടായിരിക്കുക. അതാണ് അതിന്റെ കാര്യം. പക്ഷെ അവിടെ എന്തുണ്ട്? ആ നിർബന്ധ സാഹചര്യമാണ് അതിനെ നമുക്ക് അനുവദിച്ചു തന്നത്. ആ നിർബന്ധ സാഹചര്യത്തിന്റെ പരിധികൾ സൂക്ഷിക്കണം. അത് സൂക്ഷിച്ചുകൊണ്ട് അവിടെ ദീനിന്റെ ചിട്ടകളും അടുക്കുകളും
സൂക്ഷിക്കാൻ കഴിയുന്നത്ര സൂക്ഷിച്ചുകൊണ്ടായിരിക്കണം അതൊക്കെ ചെയ്യേണ്ടത്. അത് വളരെ ഗൗരവമേറിയ ഒരു വിഷയമാണ്. അത്തരം രംഗങ്ങളിലേക്ക് ഇറങ്ങുന്ന സ്ത്രീകളെ വളരെ കൃത്യമായും വ്യക്തമായും കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയും പഠിപ്പിച്ചും തന്നെയായിരിക്കണം അതിന് ചെയ്യേണ്ടത്. അങ്ങനെ ഒരു നിർബന്ധ സാഹചര്യം ഉണ്ടെന്ന് പറഞ്ഞിട്ട് പിന്നെ കയറൂരി വിടുന്ന നിയന്ത്രണമില്ലാത്തൊരവസ്ഥയിലേക്ക് നീങ്ങുന്നത് അതും തെറ്റാണ്. അതും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പിന്നൊന്നിവിടെ പറഞ്ഞത്, എന്തും ഏത് നേതൃസ്ഥാനത്തേക്കും പെണ്ണുങ്ങളെ റസൂലുള്ളാഹി അനുവദിച്ചിട്ടുണ്ട്. ആരതൊക്കെ അവരെ പഠിപ്പിച്ചത്? ആരതൊക്കെ? റസൂലുള്ളാഹി തന്നെയല്ലേ പറഞ്ഞില്ല, യഫ്ലിഹ ഖൗമുൻ വല്ലൗ അംറഹും ഇംറാഅത്തൻ, സ്ത്രീകൾ അധികാരമേൽപ്പിച്ച കൗമു ജയിക്കില്ല എന്ന് പറഞ്ഞിട്ടില്ലേ? അത് റസൂലുള്ളാഹി പറഞ്ഞല്ലേ, ബുഖാരിയിലുള്ള ഹദീസല്ലേ അത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബത്തൊക്കെ ഉള്ള സമയത്ത് ഏത് നേതൃസ്ഥാനത്താണ് പെണ്ണുങ്ങളെ ഏൽപ്പിച്ചിട്ടുള്ളത്? അല്ലേ? ഏത് സാഹചര്യത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേതൃസ്ഥാനത്ത് പെണ്ണുങ്ങളെ ഏൽപ്പിച്ചിട്ടുള്ളത്? സഹാബത്തും റസൂലുള്ളാഹി അവിടെ ഉണ്ടായിരിക്കാൻ നേതൃസ്ഥാനം ആരെങ്കിലും ഏൽപ്പിച്ചിട്ടുണ്ട്? ഏതെങ്കിലും സൈന്യത്തെ പറഞ്ഞേക്കുമ്പോ, യുദ്ധത്തിന് പോയിട്ടില്ലേ, ഏതെങ്കിലും സൈന്യത്തെ പറഞ്ഞേക്കുമ്പോ സൈന്യാധിപയായിട്ട് ഏതെങ്കിലും പെണ്ണിനെ നിശ്ചയിച്ചു കൊടുത്തിട്ടുണ്ടോ? അങ്ങനൊന്നും ചെയ്തിട്ടില്ലല്ലോ. പിന്നെന്താ, ചില ഘട്ടങ്ങളിൽ ഏത് ചെയ്യാം, ഈ യുദ്ധത്തിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് എന്തെങ്കിലും സഹായങ്ങൾ ചെയ്തു കൊടുക്കാൻ, അത് വേറെ കാര്യമല്ലേ. നേഴ്സിംഗ് അപ്പൊ നമ്മള് പഠിപ്പിക്കാതെ നമ്മൾ പറയുന്നത് നേഴ്സിംഗ് സ്ത്രീകളെ പഠിപ്പിക്കാന്നല്ല, പഠിപ്പിക്കണം. എന്നിട്ട് സ്ത്രീകളുടെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റുന്ന പെണ്ണുങ്ങളെ നമ്മളെ കൂട്ടത്തിൽ ഉണ്ടാവണം. അത് നിർബന്ധമാണല്ലോ. അത് വെച്ചിട്ട് അധികാരത്തിലേക്കും നേതൃസ്ഥാനത്തേക്കും കൊണ്ടുവരാൻ അർത്ഥം കൊടുത്താൽ എങ്ങനെ? പിന്നെ ഇൽമു പഠിച്ചില്ല, ഹദീസുകളൊക്കെ പഠിപ്പിച്ചല്ലോ, അതാരെ വേണ്ടെന്ന് പറയുന്നത്? അത് പാടില്ലാതെ ആരെങ്കിലും പറഞ്ഞു? പിന്നെ വീട്ടില് അടുക്കളയിൽ ഒതുങ്ങിക്കൂടണം എന്നതൊക്കെ ചില ആളുകൾ അവരുടെ വാദങ്ങളെയും അവരുടെ നിലപാടുകളെയും പൊടിപ്പും തോലും ഒപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ചില ചേരുവകളാണതൊക്കെ. അതല്ലാതെ അടുക്കളയിൽ ഒതുങ്ങിക്കൂടണം എന്നൊന്നും ഇപ്പൊ നമ്മളാരും പറയണതില്ല. മഹാന്മാരായ മുൻഗാമികളുടെ കൂട്ടത്തിൽ ഒരുപാട് പണ്ഡിതകളായ സ്ത്രീകൾ ഉണ്ടായിട്ടുണ്ട്, മഹതികളായ ആളുകൾ ഉണ്ടായിട്ടുണ്ട്. അവരടുത്ത് പോയിട്ട് ചോദിക്കലും പഠിക്കലും ഉണ്ട്, അല്ലേ? ചോദിക്കലും പഠിക്കലും ഉണ്ട്, അവരടുത്ത് പോയി അന്വേഷിക്കാറുണ്ട്. അതൊക്കെ ആവശ്യം തന്നെയാണ്, അതൊക്കെ നടക്കുന്നത് തന്നെയാണ്. അതിനൊക്കെ ദീന് നിശ്ചയിച്ച പരിധിയിൽ നിന്നുകൊണ്ട് എന്താവാം, പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യാം. ഇതൊന്നും മത്സരിക്കാനുള്ള തെളിവുകളാക്കാൻ പറ്റില്ല. ആർക്കും എവിടെയും കയറി മത്സരിക്കാം, എവിടെയും അധികാരമേൽക്കാം എന്നതൊന്നും ദീനിലില്ല. അതൊക്കെ ദീനിന്റെ പേരിൽ ചില ആളുകൾ പറയുന്ന വിവരം കെട്ട കണ്ടെത്തലുകളാണ്. അതൊക്കെ അത് അർഹിക്കുന്ന അവഗണനയോട് തള്ളാനേ പറ്റുള്ളൂ. അതേ സമയത്ത് ചില സാഹചര്യങ്ങൾ നമ്മെ നിർബന്ധിക്കുമ്പോൾ നിർബന്ധ സാഹചര്യത്തിൽ ചെയ്യേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട്. അവിടെ അതിന്റെ പിന്നിൽ വരാപോകുന്ന ഭവിഷ്യത്തുകളെ തടയാൻ വേണ്ടി എന്ത് ചെയ്യുക, അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് വിരോധമില്ല. അതാണ് അതിൽ പണ്ഡിത ലോകത്ത് സ്വീകരിക്കുന്ന നിലപാട്. അതൊക്കെ തന്നെ നമുക്ക് അതിൽ പറയാനുള്ളത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പൊ പിന്നെ ഉസ്താദ് ഈ ഇതിന് വിപരീതമായിട്ട് ഇപ്പോ വഹാബികൾ ചോദ്യം ചോദിക്കുന്നുണ്ട്. കാരണം ഇപ്പോ സുന്നികളായ കൂടുതലിപ്പോ മത്സരിക്കുന്നത് സുന്നത്ത് ജമാഅത്തിൽപ്പെട്ട പെണ്ണുങ്ങളാണ്, സ്ത്രീകളാണ്. അപ്പൊ ഈ വഹാബികളുടെ ഒരു ചോദ്യം ഉണ്ട്. അവരിങ്ങനെ ഞാൻ പിന്നെ ഈ വാട്സപ്പിലൊക്കെ കണ്ടതും കേട്ടതാണ്. അപ്പോ ഈ പൊതുവേദിയിൽ ഇങ്ങനെ രംഗത്ത് വന്നുകൊണ്ട് മത്സരിക്കുവാനും പഞ്ചായത്തിൽ മത്സരിക്കുവാനും വാർഡുകളിൽ മത്സരിക്കുവാനും മുഖം തുറന്നുകൊണ്ട് പല വേദികളിൽ പ്രസംഗിക്കുവാനും പിന്നെ എങ്ങനെ സുന്നി പണ്ഡിതന്മാർ അനുവദിച്ചു കൊടുക്കുന്നു? അത് അനുവദനീയമാണോ? ഇവർക്ക് പള്ളിക്ക് പോകുമ്പോൾ മാത്രമാണോ പ്രശ്നം ഉള്ളത്? പള്ളിയിലേക്ക് പോകുന്നതിന് അതേ അച്ചടക്കത്തോടും ഈ പറയുന്ന അച്ചടക്കത്തോടും കൂടെ പോയിക്കൂടെ? അതിനെന്തിനാണ് എതിർക്കുന്നത് എന്ന് ആ വഹാബികൾ ഒരു മുതലെടുപ്പും കൂടി നടത്തുന്നുണ്ട് ഇതില്. അപ്പൊ അതിനെക്കുറിച്ച് ഈ അതും ഇതുമായിട്ട് ഉസ്താദ് എന്താണ് നമുക്ക് താരതമ്യപ്പെടുത്താനുള്ളത്? അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാൻ വേണ്ടി പറ്റുമോ? കാരണം ഇതിപ്പോ പറയുന്നതൊക്കെ ചിലപ്പോ ചില ആൾക്കാരെ ക്ലിപ്പ് ആക്കി നാളെ വാട്സാപ്പിലൊക്കെ വിടും. അതും ഒരു വിഷയമാണ്. അപ്പൊ അതും കൂടി നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട്. അതായിരുന്നാലും ഇൻഷാ അല്ലാഹ് അപ്പൊ ഇങ്ങനെയുള്ള ഒരു ചോദ്യം മറുഭാഗത്തിൽ നിന്നും നമ്മുടെ ഭാഗത്തേക്ക് വരുന്നുണ്ട്. അപ്പൊ അതിനെക്കുറിച്ചൊന്ന് ഉസ്താദ് വിശദീകരിച്ചാൽ കൊള്ളായിരിക്കും. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ക്ലിപ്പായിക്കോട്ടെ, നമുക്ക് പേരെന്താ.
നമ്മളിവിടെ ഒന്നും നമ്മുടെ വകയായിട്ടോ അല്ലെങ്കിൽ ആരെയും ഭയപ്പെട്ടുകൊണ്ടോ പറയണില്ലല്ലോ. പിന്നെ നമ്മളിവിടെ പറഞ്ഞത് സ്ത്രീകളെ മത്സരിപ്പിക്കുന്ന ഇത്ര കാലം നമ്മളിതൊന്നും ചെയ്തിരുന്നില്ലല്ലോ. അത് ഈ സുന്നി പണ്ഡിതന്മാർ തന്നെയല്ലേ ചെയ്തിരുന്നല്ലേ അതൊക്കെ ചെയ്തിരുന്നത്, നമ്മളൊക്കെ തടഞ്ഞിരുന്നല്ലോ. ഇത്രയും കാലം നമ്മൾക്ക് അതിന്റെ ഒരു നിർബന്ധ സാഹചര്യം ഇല്ലാതിരുന്നപ്പോൾ നമ്മളത് ചെയ്തിരുന്നില്ല. പിന്നെ കുറച്ചതുണ്ടായി, അപ്പൊ അതിനനുസരിച്ച് മാത്രം ചെയ്തു. അത് കുറച്ചതുണ്ടായെന്ന് വെച്ചിട്ട് നമ്മൾ ആരെങ്കിലും എല്ലാ പെണ്ണുങ്ങളും ഇറക്കിയിരുന്നോ? പിന്നെ അത് വർദ്ധിച്ചു. ഭരണാധികാരികൾ അങ്ങനത്തെ നിയമങ്ങൾ കൊണ്ടുവരുമ്പോ അത് വർദ്ധിച്ചു. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ ചെയ്തു. ഇനി എന്താ വരിക നമുക്കറിയില്ല. അപ്പോ നിർബന്ധ സാഹചര്യങ്ങളിൽ ആ സാഹചര്യത്തെ പരിഗണിച്ചുകൊണ്ട് ആ ലറൂറത്തിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ. നിർബന്ധമായും അത് ഉണ്ടാവേണ്ടുന്ന അവസ്ഥ വന്നതുകൊണ്ട് ആ നിർബന്ധം എത്രയാണോ അത്രയും നമ്മൾ ചെയ്തിട്ടുള്ളൂ, ഇപ്പോഴും ചെയ്യുന്നുള്ളൂ. അപ്പൊ സ്ത്രീകൾ മത്സരിച്ചില്ലെങ്കിൽ അതിന്റെ പിന്നിൽ വരാൻ പോകുന്ന ഭവിഷ്യത്തുകൾ, ഒരുപാട് ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങളുണ്ട്. നിർബന്ധ സാഹചര്യം ഉണ്ടായതുകൊണ്ട് ആ പരിധിയിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞത് സ്ത്രീകൾ പള്ളിയിൽ പോയില്ലെങ്കിൽ ഇവിടെ എന്താ വരാനുള്ളത്? സ്ത്രീകൾ പള്ളിയിൽ പോകേണ്ട നിർബന്ധ സാഹചര്യം എന്താ ഇപ്പൊ ഇവിടെ ഉള്ളത്? ഇത് പറഞ്ഞുകൊണ്ട് അത് പറയുന്ന ആളുകൾ പറയണല്ലോ, മത്സരിക്കാൻ നിങ്ങൾ അനുവദിക്കണില്ലേ, പള്ളിയിൽ പോകാൻ എന്താ നിങ്ങൾ അനുവദിക്കാത്തത്? മത്സരിക്കാൻ അനുവദിച്ചത് ലറൂറത്തിന്റെ സാഹചര്യത്തിലാണ്. അവിടെ എന്താ പള്ളിയിൽ പെണ്ണുങ്ങൾ പോലെ ലറൂറത്തായ ഒരു സാഹചര്യം എന്താ ഉള്ളത്? അത് സുന്നികൾക്ക് അങ്ങനെ ഒരു സാഹചര്യമൊന്നുമില്ല. മനസ്സിലായില്ലേ? സുന്നികളെ സംബന്ധിച്ചിടത്തോളം, മുസ്ലിം ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം പെണ്ണുങ്ങൾ പള്ളിയിൽ പോയില്ലെങ്കിൽ അവിടെ ആകെ തകർന്നിടിയാനോ ഒന്നുമില്ല. ഇനി പെണ്ണുങ്ങൾ പള്ളിയിൽ ഉണ്ടായെങ്കിലേ പള്ളിയിൽ പോകാൻ ചില ആളുകൾക്ക് തോന്നുള്ളൂ. അത് വേറെയാണ് അതിന്റെ കേട്. ആ കേട് വേറെയാണ്. എല്ലാ സ്ഥലത്തും കുറച്ച് പെണ്ണുങ്ങൾ വേണം. സമ്മേളനം നടത്തണമെങ്കിൽ അവിടെയും വേണം കുറച്ച് പെണ്ണുങ്ങൾ. പള്ളിയിൽ പോകണമെങ്കിൽ അപ്പോഴും വേണം കുറച്ച് പെണ്ണുങ്ങൾ. എവിടെയും കുറച്ച് പെണ്ണുങ്ങൾ ഉണ്ടെങ്കിൽ ഇവർക്ക് ചെയ്യാനങ്ങോട്ട് ഒരു തോന്നുള്ളൂ. അത് കേട് വേറെ, അതിന് ചികിത്സയും വേറെയാണ്. അത് ഇതുമായിട്ട് കൂട്ടിയിണക്കേണ്ട വിഷയങ്ങളല്ല. അത്രയൊക്കെ തന്നെ അത്തരക്കാരോട് പറയേണ്ടതുള്ളൂ, അല്ലേ? അല്ലെങ്കിൽ ഇവരാരാ മക്കള്, അല്ലേ? പെണ്ണുങ്ങളോട് പറഞ്ഞ് നിങ്ങൾ ഇങ്ങനെ വീട്ടിൽ അടുക്കളയിലൊന്നും ഇരുന്നാ പോരെ, സുന്നി മൂല്യന്മാർ നിങ്ങളിങ്ങനെ പറഞ്ഞ് പറ്റിക്കുകയാണ്, നിങ്ങൾ പള്ളിയിൽ വരണമെന്ന് പറഞ്ഞു. എന്നിട്ടോ ഈ പാവം ചില പൊട്ടത്തി പെണ്ണുങ്ങൾ എന്ത് ചെയ്തു? അത് കേട്ടുന്നാ എന്നാ ശരി തന്നെ ആയിരിക്കും എന്ന് വെച്ചിട്ട് അതിന്റെ പിന്നാലെ പോയി പള്ളിയിൽ കൊണ്ടുപോയി. പള്ളിയിൽ കൊണ്ടുപോയിട്ട് പിന്നെ ഇവര് പറഞ്ഞ എന്താ? പള്ളിയിൽ കൊണ്ടുപോയതിനു ശേഷം പിന്നെ ഇവര് പറഞ്ഞത് എന്താ? ഇനിയിപ്പോ ഒന്നുകൊണ്ട് തൊട്ടോക്കിച്ചിട്ട് ഓതൊന്നും മുറിയില്ലട്ടോ, അല്ലേ? അപ്പൊ അതൊക്കെ ഈ ദയ്യൂസുകളായ ചില ആണുങ്ങളുണ്ട്, പെണ്ണുങ്ങളെ പോലത്തെ ചില ആണുങ്ങൾ. അവർക്കും ഇതൊക്കെ വലിയൊരു സൗകര്യമായിട്ട് വലിയൊരു കാര്യമായിട്ട് ഇങ്ങനെ തോന്നുകയാണ്. അതിന്റെ ഒക്കെ ഇതൊന്നും ആർക്കും തിരിച്ചറിയണില്ല, അതൊന്നും ആരും മനസ്സിലാക്കണ്ട. അപ്പൊ അതൊക്കെ അത് അർഹിക്കുന്ന അവഗണനയോടെ അങ്ങോട്ട് തള്ളിക്കളയുക, അത്രയൊക്കെ ഉള്ളൂ. എന്നല്ലാതെ ലറൂറത്തിന്റെ സാഹചര്യത്തിൽ ഫിഖ്ഹിന് അതിൻ്റെതായ കാഴ്ചപ്പാടും നിയമങ്ങൾ ഉണ്ടായിരിക്കും. അതാണ് പണ്ഡിതന്മാർ ചെയ്യുന്നത്, അത്രയേ ഉള്ളൂ. അത് ഇങ്ങോട്ട് കൂട്ടിക്കെട്ടേണ്ട കാര്യമല്ല എന്നാണ് ആ വഹാബികളോട് പറയാനുള്ളത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏതായാലും നല്ല മറുപടിയാണ് ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകൾ നമുക്ക് നൽകിയത്. കാരണം നമുക്കൊക്കെ പലരും ഇങ്ങനെ പല കോലത്തിലും വന്നുകൊണ്ട് ചോദിക്കുമ്പോൾ പലരും പിന്നെ സംശയത്തിന്റെ നിഴലിൽ ഇരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അപ്പൊ ഇതിലൂടെ ഇങ്ങനെ നമ്മൾ ചോദിക്കുമ്പോൾ അതിന്റെ സത്യം എന്താണെന്ന്, അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് എല്ലാവർക്കും കൂടി മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുമല്ലോ. കാരണം ഇതിനെ ഏറ്റെടുത്തുകൊണ്ട് ഒരു വിഭാഗം ഒരുപാട് കൂട്ടിക്കുഴച്ചൽ നടത്തിക്കൊണ്ട് നമ്മുടെ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ തന്നെ പലതും നമ്മുടെ സമസ്തയെക്കുറിച്ചും അതുപോലെ തന്നെ ചെളാരി എന്നൊക്കെ വിമർശിച്ചുകൊണ്ട് ആ ഒരു ഭാഷയിൽ അങ്ങനെയുള്ള ഒരു സംബോധനം ചെയ്തുകൊണ്ട് ക്ലിപ്പുകളും മറ്റൊക്കെ കേൾക്കാൻ സാധിക്കുന്നുണ്ട്. ഇതിൽ പിന്നെ എന്താണ് നമ്മുടെ സമസ്തയുടെ റോൾ, എന്താണ് ഇതിന് സമസ്തയുടെ റോളും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ സംശയം തോന്നിയത് കൊണ്ടാണ് ബഹുമാനപ്പെട്ട ഉസ്താദ് അവരുടെ ആ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ചോദിക്കാൻ വേണ്ടി നമ്മുടെ അമീർ സാഹിബ് ക്ഷണിച്ചതുകൊണ്ട് ചോദിക്കാൻ ഇൻഷാ അല്ലാഹ് വളരെ സന്തോഷമുണ്ട്. ഇനിയും ആർക്കെങ്കിലും ഇങ്ങനെയുള്ള സംശയങ്ങൾ ഉണ്ട് എങ്കിൽ തീർച്ചയായും എല്ലാവരും ഉസ്താദ് പോകുന്നതിന് മുൻപ് വന്നുകൊണ്ട് ചോദിച്ച് സംശയങ്ങൾ തീർക്കുക.
ഇത് പിന്നെ അവിടെ ഇവിടെയും പരത്തി സംശയത്തിന്റെ നിഴലിൽ നടക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ ആർക്കെങ്കിലും സംശയമുണ്ട് എങ്കിൽ തീർച്ചയായും മൈക്കിലേക്ക് വരിക, വന്നുകൊണ്ട് ചോദ്യങ്ങൾ ചോദിക്കുക. പിന്നെ ഉസ്താദിന് സമയമായി ഇവിടെ 11 മണിയായി. അപ്പോ ഉറങ്ങാനുള്ള സമയങ്ങളും മറ്റും ഒക്കെ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. പിന്നെ മുഹറം 9, 10 അത് UAE-യിലും സൗദി അറേബ്യയിലൊക്കെ മറ്റന്നാൾ മുതലല്ലേ? അല്ല, വെള്ളി ശനിയാണ്, 9 വെള്ളിയാഴ്ച. ഇവിടെ ഞാൻ ഇപ്പോ പിന്നെ മക്ക TV നോക്കിയപ്പോ അതിൽ 8 അല്ല അമീർ സാഹിബ് അല്ലേ? അങ്ങനെ തോന്നുന്നു. ആദ്യ ദിവസം 30 മുഴുവൻ അങ്ങനെ എഴുതി കാണിച്ചിരുന്നു, പക്ഷെ അത് മാറ്റി എന്ന് തോന്നുന്നു. അത് പിന്നെ 9 വെള്ളിയാഴ്ച, ശനിയാഴ്ച 10 നാളെ 8 ഇവിടെ ടെലിവിഷനിൽ ഇപ്പോൾ കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഞാൻ നോക്കി, ഒരാളിങ്ങനെ വിളിച്ച് എന്നോട് ചോദിച്ചു. അപ്പോൾ അങ്ങനെ വന്ന് നോക്കുമ്പോ നാളെ 8 മറ്റന്നാൾ 9. ഏതായിരുന്നാലും ഇൻഷാ അല്ലാഹ് ഞാൻ മൈക്ക് റിലീസ് ചെയ്യാം. ഒരു നമ്മുടെ സുഹൃത്ത് ചോദ്യം ചോദിക്കാനായിരിക്കാം. മൈക്ക് റിലീസ്. അസ്സലാമു അലൈക്കും. ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉസ്താദെ കേൾക്കുന്നുണ്ടോ? സഹോദരന്മാരെ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ? ഉണ്ട്. അമീർ പറഞ്ഞത്, അമീർ ഉസ്താദ് പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഉസ്താദ്, എന്റെ സംശയം, നമ്മളെ ഈ ഒരു തബ്ലീഗുകാരൻ ഒരാളെ എന്നോട് പറഞ്ഞു, ഞാനിങ്ങനെ ഈ വിഷയമായിട്ട് സംസാരിച്ചപ്പോ തബ്ലീഗുകാരൻ പറയുന്നത് തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന സമയത്താണെങ്കിൽ, അള്ളാഹുവിന്റെ ഇങ്ങനെയുള്ള സമയത്താണെങ്കിൽ പോലും നമ്മൾ ഹിന്ദു സ്ത്രീകളെ നമ്മൾ നിർത്തിയാൽ പോലും, നമ്മളിപ്പോ ഈ മുസ്ലിം സ്ത്രീകളെ നിർത്തേണ്ടടത്തേക്ക് ഹിന്ദു സ്ത്രീകളെ നിർത്തിയാൽ നമ്മൾ തഖ്വയിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം, അതായത് മൂപ്പര് ഉദ്ദേശിക്കുന്ന സൂഫീസാണോ എന്ന് സംശയമുണ്ട്. ഏതായാലും അങ്ങനെ ജീവിക്കുകയാണെങ്കിൽ അള്ളാന്റെ രക്ഷാകവചം നമ്മളിലുണ്ടാവും. അവര് നമ്മൾ നിർത്തിയ സ്ഥാനാർത്ഥികൾ ഹിന്ദുക്കളാണെങ്കിൽ പോലും എന്ന് എന്നോടൊരു ഒരു മറുപടി തന്നു. ഉസ്താദ്, അതിനെപ്പറ്റി ഒന്ന് വിശദീകരിച്ചാൽ കൊള്ളായിരുന്നു. അസ്സലാമു അലൈക്കും. അലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. തഖ്വയിൽ അധിഷ്ഠിതമായി നമ്മൾ ജീവിക്കണം, അതങ്ങനെ തന്നെയാണ്. നമ്മളെല്ലാവരും അങ്ങനെ തന്നെയാണ് പറയണത്. അതിന് വേണ്ടിയിട്ട് കുറച്ച് ആൾക്കാർ കെട്ടും മാറാപ്പെടുത്തിട്ട് ഇങ്ങനെ വേറെ പാർട്ടി ഉണ്ടാക്കൊന്നും വേണ്ട. തബ്ലീഗെന്നോ അല്ലെങ്കിൽ അല്ലാത്ത ലീഗെന്നോ എന്ത് പേര് പറഞ്ഞാലും ശരി, തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിക്കണം. അത് ഇപ്പൊ എല്ലാവരും പറയുന്ന കാര്യം തന്നെയാണ്. എല്ലാവരും അതിനു വേണ്ടി തന്നെയാണ് ശ്രമിക്കുന്നതും അതിലേക്ക് തന്നെയാണ് എല്ലാവരും ക്ഷണിക്കുന്നതും. അതിനു വേണ്ടി ഇവിടെ വേറൊരു വിഭാഗം ഉണ്ടാവേണ്ട ഒരു കാര്യമൊന്നുമില്ല. പിന്നെ അങ്ങനെ നമ്മൾ ജീവിക്കുകയാണെങ്കിൽ നമുക്ക് പിന്നെ ഒരു വിഷമം ഉണ്ടാവൂല. അതെ, അള്ളാഹുവിന്റെ വാദാണ്. അള്ളാഹുവിനനുസരിച്ച് ജീവിക്കുന്നവർ അള്ളാഹു താല എന്ത് ചെയ്യും? സഹായിക്കും. അവർക്ക് വിഷമങ്ങൾ ഉണ്ടാവുക എന്ന് പറഞ്ഞത് അതൊക്കെ വ്യത്യാസങ്ങളാണ്. ഇപ്പോ തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിക്കുന്നതായിരുന്നല്ലോ മക്കത്ത് 13 കൊല്ലം തഖ്വ അല്ലാണ്ട് അവിടെ ജീവിച്ചിരുന്നത്. തബ്ലീഗുകാരൻ അത് പറയണ്ടേ? മക്കത്ത് 13 കൊല്ലം ജീവിച്ചത് വളരെ പ്രയാസപ്പെട്ടിട്ടാണല്ലോ. വല്ലാതെ പീഡനങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിച്ചിട്ടെന്നല്ലേ അവിടെയുള്ള മുസ്ലിമീങ്ങൾ ജീവിച്ചത്. തഖ്വയിൽ ജീവിച്ചവരിൽ ഏറ്റവും വലിയ തഖ്വയുള്ള ആൾക്കാർ അവരായിരുന്നില്ലേ? എന്നിട്ടും അവരൊക്കെ അത് അനുഭവിക്കേണ്ടി വന്നില്ലേ? അപ്പൊ അതിന് വെച്ചാൽ അള്ളാഹു താല തഖ്വയിൽ ജീവിക്കുന്ന ആളുകൾ അള്ളാഹു താല സഹായിക്കില്ല എന്നാണോ? അങ്ങനെയല്ല. പക്ഷെ നിയമം എന്ന് പറയണത് ഇതിന്റെ അപ്പുറമുള്ള ഒരു കാര്യമാണ്. നിയമമായിട്ട് അങ്ങനെ വരും. അവിടെയുള്ള നിയമത്തിനനുസരിച്ചാണ് ഇവിടെ ലോകത്തിന്റെ ഘടന ഉള്ളത്. അത് അള്ളാഹുവിന്റെ നിയമമാണ്. അതിനനുസരിച്ച് അവിടുത്തെ കാര്യങ്ങൾ വരിക. സിയാസത്ത് എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിന്റെ കാര്യങ്ങളെ കൈകാര്യം ചെയ്യൽ നിയമങ്ങൾക്കനുസരിച്ചാണ്. തഖ്വ ഉള്ളവനായി കഴിഞ്ഞാൽ അവൻ അള്ളാഹു തആല നിയമത്തിനപ്പുറം പലതും കൊടുക്കും ചെയ്യും. അത് വേറെ കാര്യം. അത് ചെയ്യാം. ചിലപ്പോൾ അള്ളാഹു തആല ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ ചെയ്യാതിരിക്കാം. അത് വേറെ കാര്യം അല്ലേ? തഖ്വ ഉള്ള ആൾക്ക് ഇപ്പൊ എന്തെല്ലാം അവിടെ നടക്കും. അള്ളാഹുവിന് തഖ്വ ചെയ്യുന്നതിൽ മനുഷ്യൻ അതിന്റെ നിലവാരങ്ങളിലേക്ക് ഉയർന്നു വന്നാൽ ആ മനുഷ്യന് ഇവിടെ എന്തൊക്കെ അള്ളാഹു തആല ചെയ്തു കൊടുക്കും? അതൊക്കെ ചെയ്യും. എന്നാ അങ്ങനെ എല്ലാവരും ഇവിടെ തഖ്വ ഉള്ളവരായി മാറുകയാണെങ്കിൽ പിന്നെ നമുക്കിവിടെ വേറെ ഒരു പ്രയാസമില്ലല്ലോ, വിഷമമില്ലല്ലോ, വേറെ ഒരു വിഷയമില്ലല്ലോ. തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിച്ച ആളുകൾ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? കടലിന്റെ മേലെ കൂടെ നടന്നു പോയിട്ടുണ്ട് അല്ലേ? തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിച്ച ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്?
നിറഞ്ഞു കവിഞ്ഞൊഴുകുന്ന കടലിന്റെ മുകളിലൂടെ പുഴയുടെ മുകളിലൂടെ നടന്നു പോയിട്ടുണ്ട്, വെള്ളത്തിന്റെ മുകളിലൂടെ നടന്നു പോയിട്ടുണ്ട്, വലിയൊരു പട്ടാളം നടന്നു പോയിട്ടുണ്ട്. ആ ചരിത്രം നമുക്ക് ഇവിടെ ഉണ്ട്. അതെന്ന് വെച്ചിട്ട് ഇവിടെ എല്ലാവരും തബ്ലീഗുകാരും ആയിട്ട് ഞണ്ട് തെക്കുള്ളവരായാൽ മതി, ഇവിടെ വാറും ബസ്സും 5 തോണിയും കപ്പലൊന്നും വേണ്ടെന്ന് അറിയാൻ പറ്റും. ചില ആൾക്കാർ വന്നിട്ട് അത്രക്കല്ലേ ഇപ്പൊ അതൊക്കെ ഉള്ളു. ആ കൈത്യങ്ങളിൽ അന്തല്ലാത്ത വർത്താനമാണ്. തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിക്കണം, അതന്നെയാണ് വേണ്ടത്, അതിലൊന്നും ഇവിടെ തർക്കമില്ല. പക്ഷെ നിയമം എന്ന് പറയുന്നത് ഏതാണ്? നിയമത്തിന്റെ വഴിക്കാണ് വരിക, അതവിടെ വേറെ ഉണ്ടായിരിക്കും. അതിനനുസരിച്ചാണ് ഇവിടുത്തെ കാര്യങ്ങൾ നീക്കുക. മറ്റ് അത്ഭുതകരമായും അല്ലെങ്കിൽ അള്ളാഹുത്താല നിയമങ്ങൾക്ക് അപ്പുറം ചെയ്യുന്ന കാര്യങ്ങൾ, അതിനനുസരിച്ചല്ലല്ലോ ഇവിടെ സിയാസത്ത് എന്ന് പറയുന്നത്, അത് വേറെ കാര്യം. അത് രണ്ടും തമ്മിൽ കൂട്ടി അണക്കേണ്ടതല്ല. അതാണ് തബ്ലീഗരോട് പറയാനുള്ളത്.